എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സ് വ്ലോഗർ പ്രസൻസ് ഞങ്ങൾ കണ്ട കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം. ഇന്ന് നമ്മൾ കാണുന്നത് ലണ്ടനിലെ ടവർ ബ്രിഡ്ജിൻ്റെ വിശദമായ കാഴ്ചകളാണ്. അതായത് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്കും പോയി വന്നതായി തോന്നണം. അതുകൊണ്ട് തന്നെ ആദ്യമേ പറയട്ടെ, നീളം കുറച്ച് കൂടുതലാണ്. ആയതിനാൽ 2 or 3 ഭാഗങ്ങളായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലണ്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക ഈ ടവർ ബ്രിഡ്ജിൻ്റെ രൂപമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ച് വിളിച്ചത് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. സത്യത്തിൽ ലണ്ടൻ ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി 1 കിലോമീറ്ററിനുള്ളിലായി നിൽക്കുന്നു. സഞ്ചാരികളുടെയും സ്വദേശികളുടെയും മനസ്സിൽ ജിജ്ഞാസ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി 126ാമത്തെ വർഷത്തേക്ക് കടക്കുന്നു ഈ സസ്പെൻഷൻ ബ്രിഡ്ജ്. ലണ്ടനിൽ അനേകം കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും കുറേയേറെ ഫ്രീ ആണെങ്കിലും ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലത്ത് എല്ലാം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ്. ആയതിനാൽ പല സ്ഥലത്തും പുറത്തുനിന്ന് നോക്കിക്കണ്ടു പോകാറാണ് പതിവ്. പക്ഷെ അടുത്തിടെയായി ഞങ്ങളും പലതും എക്സ്പ്ലോർ ചെയ്തു വരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം 125ാം ജന്മദിനം പ്രമാണിച്ച് ആ വീക്കെൻഡിലെ ടവർ ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് വെറും £1.25 ആയിരുന്നു. ആ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ തന്നെ തീരുമാനിച്ച് ഞങ്ങൾ യാത്രയായതാണ് ഇവിടെ എത്തിയത്. ടെയിംസ് നദിക്ക് കുറുകെയാണ് ടവർ ബ്രിഡ്ജ് നിലകൊള്ളുന്നത്. വടക്ക് ഭാഗത്തുള്ള ടവർ ഹാംലെറ്റ്സ് ബോറോയും തെക്ക് ഭാഗത്തുള്ള സതക് ബോറോയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഈ ബ്രിഡ്ജ്. 1886 ജൂൺ 21 കിങ് എഡ്വേർഡ് 7 പ്രിൻസസ് ഓഫ് വെയിൽസ് തറക്കല്ലിട്ടു. അന്നത്തെ 5 പ്രമുഖ കോൺട്രാക്ടർമാർ ആയിരുന്നു നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. സർ ജോൺ വൂഫ് ബാരി എഞ്ചിനീയറായും സർ ഹോറസൈ ജോൺസ് ആർക്കിടെക്റ്റായും നിയമിച്ചു. 1887 സർ ജോൺസ് മരിച്ചുപോയി. തുടർന്ന് ജോർജ് ഡി സ്റ്റീവൻസൺ ചുമതലയേറ്റു. വിക്ടോറിയൻ ഗോത്തിക് സ്റ്റൈലിൽ നിർമ്മിച്ച ഈ ബ്രിഡ്ജ് ടവർ ഓഫ് ലണ്ടനുമായി മാച്ച് ചെയ്തു നിന്നു പോകുന്നു. ടവർ ഓഫ് ലണ്ടനുമായി അടുത്തു നിൽക്കുകയും 2 ടവറുകൾക്കിടയിൽ നിൽക്കുന്നതിനാലുമാവണം ടവർ ബ്രിഡ്ജ് എന്ന പേര് വന്നത്. ടെയിംസ് നദിയിൽ കൂടി കപ്പലുകളും ഉയരം കൂടിയ ബോട്ടുകളും കടന്നു പോകുന്നതിന് നിർമ്മിച്ചിരിക്കുന്ന ബാസ്ക്യൂൾ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ടവർ ബ്രിഡ്ജ്. ഇതിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് ഭാഗം ഉയർന്ന് കൂറ്റൻ ഷിപ്പുകളുടെ ജലഗതാഗതം സാധ്യമാക്കുന്നു. ആ റോഡ് ഭാഗത്തിന് പറയുന്ന പേരാണ് ബാസ്ക്യൂൾ. മുകളിലേക്ക് പോകും മുൻപ് നമുക്ക് എലമെന്റ്സ് ഓഫ് ബ്രിഡ്ജ് ഒന്ന് കാണാം. തെക്കേ ഭാഗത്ത് എൻജിൻ റൂം, കോൾ സ്റ്റോറേജ്, ബോയിലർ റൂം. അവിടെ നിന്നും ആങ്കർ ടൈ അബറ്റ്മെന്റ് ടവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അവിടെ നിന്നും സെറി ഷോർ സ്പാൻ മെയിൻ ടവറായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അവിടെ അടിയിൽ ഉയർന്നു നിൽക്കുന്ന റോഡിൻ്റെ ഭാഗമാണ് ബാസ്ക്യൂൾ. മുകളിൽ വോക്ക്വേ ഉണ്ട്. അടുത്തത് നോർത്ത് മെയിൻ ടവർ. ശേഷം മിഡിൽ സെക്സ് ഷോർ സ്പാൻ നോർത്ത് അബറ്റ്മെന്റ് ടവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ നോർത്ത് ടവറിൽ കൂടി മുകളിലേക്ക് കയറി പോവുകയാണ്. 206 പടികളാണ് നമുക്ക് കയറാനുള്ളത്. പടികൾ കയറുവാൻ കഴിയാത്തവർക്ക് ലിഫ്റ്റ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. 8 വർഷമെടുത്തു നിർമ്മാണം പൂർത്തിയാക്കാൻ. 432 സ്ഥിരം തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 848 തൊഴിലാളികൾ വരെ ഒരേ സമയം ജോലി ചെയ്തിട്ടുള്ളതായും കാണുന്നു. അന്നത്തെ കാലത്ത് 1,184,000 പൗണ്ട് ചെലവായി. പോകുന്ന വഴിക്ക് ചരിത്രത്തിൻ്റെ നാൾവഴികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇപ്പോൾ കാണുന്ന ഈ പടവുകളാണ്. വലിയ പടവുകൾ തങ്ങളിലുള്ള ഉയരം നന്നേ കുറവ്. പടികളിലെ വിശാലത അപാരം തന്നെയാണ്. 125 വർഷം മുമ്പ് ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു ജനത ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജർമ്മനിയിലെ മ്യൂണിക് സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ചർച്ചിൻ്റെ ഗോപുരത്തിൽ കയറുകയുണ്ടായി. വളരെ ഇടുങ്ങിയ പടവുകൾ. ഒരാൾക്ക് കഷ്ടിച്ചു കടന്നു പോകാം. തുടർന്ന് വരാനുള്ള വീഡിയോയിൽ അതും ഉൾപ്പെടുത്താം. ഈ ബ്രിഡ്ജ് നിർമ്മിച്ച സമയത്ത് ഡൈവേഴ്സ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ വിശദവിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ കൂലി അന്ന് മിനിറ്റിന് 10 പൗണ്ട് വരെയായിരുന്നു കൊടുത്തിരുന്നത്. ടവർ ബ്രിഡ്ജിലേക്ക് കയറാനായി കടന്നുവരുന്ന വാഹനങ്ങളുടെ നിര കാണാം.
ഓരോ ടവറിൻ്റെയും ഭാരം 70,000 ടൺ ആണ്. 53,000 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ആണ് ഉപയോഗിച്ചത്. 10,000 ടൺ സ്റ്റീൽ ഉപയോഗിച്ചു. ടവർ ബ്രിഡ്ജിലേക്ക് കയറാനായി കടന്നുവരുന്ന വാഹനങ്ങളുടെ നിര കാണാം. തേംസ് നദിയുടെ തീരങ്ങൾ തമ്മിലുള്ള ദൂരം 430 മീറ്ററാണ്. നമ്മൾ നടക്കാൻ പോകുന്ന വോക്ക് വേയുടെ ഹൈറ്റ് റോഡിൽ നിന്നും 33.5 മീറ്ററാണ്. 2 ടവറുകളാണ് ഇവിടെ ഉള്ളത്, നോർത്ത് ടവറും സൗത്ത് ടവറും. അതിൻ്റെ ഹൈറ്റ് റോഡിൽ നിന്നും 63 മീറ്ററാണ്. ജൂൺ 30 പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഓഫ് വെയിൽസ് അലക്സാൻഡ്ര ഓഫ് ഡെൻമാർക്കും ചേർന്ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അങ്ങനെ നമ്മൾ നോർത്ത് ടവറിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇടത് സൈഡിൽ കാണുന്ന ബാൽക്കണി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മൾ ഇടതുഭാഗത്തായി കാണുന്നത് ഈസ്റ്റേൺ വോക്ക് വേയിലേക്കുള്ള എൻട്രൻസ് ആണ്. വലതുഭാഗത്ത് കാണുന്നത് വെസ്റ്റേൺ വോക്ക് വേയിലേക്കുള്ള എൻട്രൻസ്. മധ്യഭാഗത്തായി ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വീഡിയോ ആയി ഉൾപ്പെടുത്തിയിരിക്കുന്നു. വോക്ക് വേയിലെ എക്സിബിഷൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഗ്ലാസ് ഫ്ലോറിൻ്റെ കൂടുതൽ വിവരങ്ങൾ, എൻജിൻ റൂമിൻ്റെ കൂടുതൽ വിവരങ്ങൾ തുടങ്ങിയവ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. ടവർ ബ്രിഡ്ജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ കുറേ പുതിയ അറിവുകൾ ശേഖരിച്ചു. പുതിയ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ യാത്രയിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കാണുവാനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.